ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, അതിന്റെയൊക്കെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മെറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പൊ മെറ്റൽസ് പറയുമ്പോൾ മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ നോൺ എലമെന്റിന്റെ അറൌണ്ട് എത്ര പെർസെന്റേജ് വരും മക്കളെ? 78% വരും. 78% ഓഫ് ഓൾ നോൺ എലമെന്റ്സ്, ടോട്ടൽ അറിയപ്പെടുന്ന എലമെന്റ്സിന്റെ നോക്കുമ്പോൾ അതിന്റെ 78% ആരാണ്? മെറ്റൽസ് ആണ്. ആൻഡ് അപ്പിയർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. മെറ്റൽസ് എവിടെയാണ് ഉണ്ടാവുക? പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. മെറ്റൽസ് ആർ സോളിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ മെറ്റൽസ് എന്താണ്? സോളിഡ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു എക്സെപ്ഷണൽ കേസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരേ ഒരു മെറ്റൽ ആയിരുന്നു ആര്? മെർക്കുറി കേട്ടോ. ബാക്കി എല്ലാ മെറ്റൽസും എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. മെറ്റൽ യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സോളിഡ് സ്റ്റേറ്റിലല്ലേ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് അടുത്തടുത്തായിട്ടായിരിക്കും പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അപ്പൊ സോളിഡ് സ്റ്റേറ്റിനെ ബോയിൽ ചെയ്യിപ്പിക്കാനും മെൽറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ നമ്മൾ എന്താണ്? മെറ്റൽസിന് ഹൈ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. ഒരുപാട് ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽസിനെ ബോയിൽ ചെയ്യാനും മെൽറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മെറ്റൽസ് എന്ത് ചെയ്യും? ഹീറ്റിനെയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ് എന്ന് പറയാം. ആൻഡ് ദേ ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. എന്തായിരുന്നു മക്കളെ മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും? മാലിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബീറ്റൻ ഇൻറ്റു തിൻ ഷീറ്റ്, അടിച്ചിട്ട് പരത്തിയിട്ട് എന്താക്കാൻ പറ്റും? തിൻ ഷീറ്റ്സ് ആക്കിയിട്ട്, അലൂമിനിയത്തിന്റെ ഒക്കെ കാണാറില്ലേ നമ്മള്, അങ്ങനെ തിൻ ഷീറ്റ്സ് ആക്കി, ബീറ്റൻ ഇൻറ്റു തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസിന് എന്താണ്? മെറ്റൽസ് മാലിയബിൾ ആണ്. ഡക്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഡക്റ്റിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോൺ ഇൻറ്റു തിൻ വയേഴ്സ്, നമുക്ക് എന്ത് ചെയ്യാം? വലിച്ചു നീട്ടിയിട്ട് തിൻ വയേഴ്സ് ആക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിനെയാണ് എന്ത് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഈ കോപ്പർ വയേഴ്സ് ഒക്കെ ഇലക്ട്രിക് സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യില്ലേ കോപ്പർ? അപ്പൊ അതൊക്കെ എന്താണ്? ഈ ഒരു ഡക്റ്റൈൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പോ മെറ്റൽസ് പറയുമ്പോൾ ദേ ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നോൺ മെറ്റൽസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിന്റെ ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ആരുണ്ടാവുക? നോൺ മെറ്റൽസ് ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാം അല്ലെ, ക്ലോറിൻ അങ്ങനെ ഗ്യാസുകളൊക്കെ വരുന്നത് എങ്ങോട്ടാ? റൈറ്റ് സൈഡിലേക്ക് ടോപ്പിലായിട്ടാണ് ഉണ്ടാവുക. നോൺ മെറ്റൽസ് ആർ യൂഷ്വലി സോളിഡ്സ് ഓർ ഗ്യാസസ് അറ്റ് ലോ ടെമ്പറേച്ചർ വിത്ത് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അവരെന്താണ്? അവരുടെ കേസിൽ എന്താണ്? സോളിഡ്സോ ഗ്യാസസോ ഒക്കെ ആവാം. പക്ഷെ അവരുടെ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും? ലോ ആയിരിക്കും. മെറ്റൽസിന് ഹൈ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു. നോൺ മെറ്റൽസിന് എന്തായിരുന്നു? ലോ ബോയിലിംഗ് പോയിന്റും ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്നല്ലേ. ഇവിടെ പറയുമ്പോൾ എന്താ പറയുന്നത്? ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നോൺ മെറ്റൽസ് എന്ത് ചെയ്യുന്നില്ല? ഹീറ്റിനും ഇലക്ട്രിസിറ്റിനും ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ് ആണെന്ന് നമുക്ക് ടേം ചെയ്യാം. The non-metallic character increases as one goes from left to right across the periodic table. നമ്മൾ ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്താ ചെയ്യുക മക്കളെ? ഇൻക്രീസ് ആണ് ചെയ്യുക. അതാ നമ്മൾ പറഞ്ഞത്, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മുടെ നോൺ മെറ്റൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മെറ്റൽസ് ആണ്. അപ്പൊ മെറ്റലിന് നോൺ മെറ്റലിലേക്ക് മൂവ് ചെയ്യാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. മോസ്റ്റ് നോൺ മെറ്റാലിക് സോളിഡ്സ് ആർ ബ്രിറ്റിൽ ആൻഡ് ആർ നൈദർ മാലിയബിൾ നോർ ഡക്റ്റൈൽ. മെറ്റൽസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു മാലിയബിളും ഡക്റ്റൈലും ആണ് എന്നുള്ള കാര്യം. ഇങ്ങനെ ഷേപ്പ് മാറ്റാൻ പറ്റുന്നുള്ളത് അല്ലെ. എന്താണ്? തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്നതും വയേഴ്സ് ആക്കി മാറ്റുന്നതും ഒക്കെ. പക്ഷെ നോൺ മെറ്റാലിക് ആണെങ്കിൽ അവരെന്തായിരിക്കും? ബ്രിട്ടിൽ ആയിരിക്കും. അവരെ മാലിയബിളും ആയിരിക്കില്ല, ഡക്റ്റൈലും ആയിരിക്കില്ല. ക്ലിയർ ആണോ? ഒന്നിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ട് നമുക്ക് നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റും? ആലോചിക്കാൻ പറ്റും. അടുത്ത് പഠിക്കാൻ പോകുന്ന ടേമാണ് മെറ്റലോയിഡ്സ്.
മെറ്റലോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ അതിന്റെ പ്രത്യേകത അവരെന്ത് കാണിക്കും? നമ്മുടെ മെറ്റലിന്റെ പ്രോപ്പർട്ടീസും അവർ കാണിക്കും, നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടീസും കാണിക്കും. ക്ലിയർ ആണോ? മെറ്റലിന്റെ പ്രോപ്പർട്ടീസും കാണിക്കും, നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടീസും കാണിക്കും. രണ്ട് തരത്തിലും ഉള്ള പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ടാണ് അവർ എന്ത് പറയുന്നത്? മെറ്റലോയിഡ്സ്. ദ എലമെന്റ്സ് എക്സാമ്പിൾ നോക്കാം മെറ്റലോയിഡ്സിന്. സിലിക്കൺ, ജെർമേനിയം, ആർസെനിക്, ആന്റിമോണി, ടെല്ലൂരിയം. ഈ എലമെന്റ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും എന്ത് കാണിക്കുക? ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഇങ്ങനെയുള്ള എലമെന്റ്സിനാണ് മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ സെമി മെറ്റൽസ് എന്ന് നമ്മൾ ടേം ചെയ്യുന്നത്. കിട്ടിയോ? മെറ്റലോയിഡ്സിന് തന്നെ പറയുന്ന പേരാണ് സെമി മെറ്റൽസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മെറ്റലിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും, നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സിലിക്കൺ, ജെർമേനിയം ഒക്കെ എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും അല്ലെ നമ്മൾ. നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത ദീസ് ആർ ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ ഗ്രൂപ്പ് 18. ഗ്രൂപ്പ് 18 ലാസ്റ്റ് പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന മക്കളെ നമ്മൾ പഠിച്ച 18 ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. അപ്പോ 18th ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഈച്ച് പീരീഡ് എൻഡ്സ് വിത്ത് നോബിൾ ഗ്യാസ് എലമെന്റ്. അപ്പോൾ ഇവിടുന്ന് ഒരു പീരീഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് എൻഡ് ചെയ്യുക എവിടെയായിരിക്കും? ഗ്രൂപ്പ് 18. ഓക്കെ, ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആണ് നോബിൾ ഗ്യാസ്. ഒരു പീരീഡ് ഞാൻ ഇവിടുന്ന് 1, 2, 3 അങ്ങനെ 7 പീരീഡ്സ് ഉണ്ട്. ഓരോന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു നോബിൾ ഗ്യാസിലായിരിക്കും എൻഡ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, all the members are of gaseous nature and because of the presence of all the occupied filled orbitals they have very little tendency to take part in chemical combination. അവരുടെ എല്ലാ ഓർബിറ്റൽസും എന്തായിരിക്കും മക്കളെ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അപ്പൊ ഓൾറെഡി ഫിൽഡ് ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇനി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ പങ്കെടുക്കില്ല. അതുകൊണ്ടാണ് അവരെ ഇനേർട്ട് ആണ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ആണ് എന്ന് പറയുന്നത്. അൺറിയാക്റ്റീവ് ആയിരിക്കും അവര്. പിന്നെ ദീസ് ആർ ഓൾസോ കോൾഡ് ഇനേർട്ട് ഗ്യാസസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നതും നോബിൾ ഗ്യാസസിന് തന്നെയാണ്. അപ്പൊ ഗ്രൂപ്പ് 18 എലമെന്റ്സ് ഓരോ പീരീഡ് എൻഡ് ചെയ്യുക എന്തിലായിരിക്കും? ഒരു നോബിൾ ഗ്യാസിലായിരിക്കും. പിന്നെ നമ്മൾ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? അവര് ഓൾറെഡി അവരുടെ ഓർബിറ്റൽസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ അവരെന്ത് ചെയ്യുന്നില്ല? പങ്കെടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ബ്ലോക്കുകൾ പഠിച്ചു അല്ലെ കഴിഞ്ഞ വീഡിയോയില്. ഏതൊക്കെയായിരുന്നു? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, 4 ബ്ലോക്കുകൾ പഠിച്ചു. അപ്പോ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും ടുഗദർ പറയുന്ന പേരാണ് എന്ത്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. ഓക്കെ, എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും. എസ് ബ്ലോക്ക് ഏതൊക്കെ ഗ്രൂപ്പ് ആയിരുന്നു? എസ് ബ്ലോക്ക് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം എലമെന്റ്സിനെ ആയിരുന്നു നമ്മൾ എന്ത് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഈ ഗ്രൂപ്പ് 1 എലമെന്റ്സിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയാ? ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആണ് ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആണ് എന്ത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. കിട്ടിയോ? ഗ്രൂപ്പ് 1 ആണെങ്കിൽ ആൽക്കലി മെറ്റൽസ്, ഗ്രൂപ്പ് 2 ആണെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഈ രണ്ട് പേരുടെയും പ്രത്യേകത അവരെന്തായിരുന്നു? ഗ്രൂപ്പ് 1ഉം 2ഉം എസ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ? ഓക്കെ, അടുത്ത നോക്കിക്കേ ഗ്രൂപ്പ് 13 to 17. അതിന്റെ പ്രത്യേകത അതില് 18 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തിൽ വന്നത്? നോബിൾ ഗ്യാസിൽ വന്നത് കേട്ടോ. പി ബ്ലോക്ക് എലമെന്റ്സ് അവര് കൺസിസ്റ്റ് ചെയ്യുന്നത് ഇവര് രണ്ടുപേരും കൂടെ ടുഗദർ പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന്. എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും. എസ് ബ്ലോക്ക് വെച്ച് അതിലുള്ളതാണ് ഗ്രൂപ്പ് 1ലെ ആൽക്കലി മെറ്റൽസും ഗ്രൂപ്പ് 2ലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ക്ലിയർ അല്ലേ? ഓക്കെ, എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് കേട്ടോ. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വെച്ചാൽ എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും പി ബ്ലോക്ക് എലമെന്റ്സിനെയും ടുഗദർ നമ്മൾ പറയുന്ന പേരാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് നോക്കാം നമുക്ക്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡി ബ്ലോക്കിലുള്ള എലമെന്റ്സ് ആയിരിക്കും കേട്ടോ.
പക്ഷെ എല്ലാ ഡി ബ്ലോക്കിലുള്ള എലമെന്റ്സും എന്താവണം എന്നില്ല, ട്രാൻസിഷൻ എലമെന്റ് ആവണമെന്നില്ല. നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആവുന്ന കേസിലാണ് ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് +2 എന്താണ് DNF ബ്ലോക്ക് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് പഠിക്കും, ട്രാൻസിഷൻ മെറ്റൽ എലമെന്റ്സ് ഏതൊക്കെയാണ്, എന്തുകൊണ്ട് ചിലത് ട്രാൻസിഷൻ എലമെന്റ് ആവുന്നില്ല, കാര്യങ്ങളൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഡി ബ്ലോക്കിലുള്ള എല്ലാ എലമെന്റ്സും എന്താവണമെന്നില്ല, ട്രാൻസിഷൻ ആവണമെന്നില്ല കേട്ടോ. ട്രാൻസിഷൻ ആവണമെങ്കിൽ എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്തായിരിക്കണം, പ്രസന്റ് ആയിരിക്കണം. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവരെന്താവില്ല, ട്രാൻസിഷൻ ആവില്ല. ഓക്കെ, ഇപ്പൊ ഓർത്ത് വെക്കുക, ഡി ബ്ലോക്കിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എവിടെയാണ് ഉണ്ടാവുക, സെന്റർ ഓഫ് ദ പീരിയോഡിക് ടേബിൾ ബിറ്റ്വീൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്. നോക്കിക്കേ, ആദ്യം തന്നെ നമുക്ക് എന്താ ഉണ്ടാവുക, ഗ്രൂപ്പ് 1ഉം 2ഉം ആയിട്ട് ആരാ ഉണ്ടാവുക, എസ് ബ്ലോക്ക് ഉണ്ടാവും, പി ബ്ലോക്ക് ഉണ്ടാവും അല്ലെ. പിന്നെ ഇതിന്റെ രണ്ടിന്റെ സെന്ററിലായിട്ടാണ് നമുക്ക് ആരുണ്ടാവുക, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടാവുക. അതാണ് പറയുന്നത് എവിടെയാണ്, സെന്റർ ഓഫ് ദ പീരിയോഡിക് ടേബിൾ ബിറ്റ്വീൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റിന്റെയും പി ബ്ലോക്ക് എലമെന്റിന്റെയും ബിറ്റ്വീനിലായിട്ട് സെന്ററിലാണ് ആരുണ്ടാവുന്നത്, ഡി ബ്ലോക്ക് എലമെന്റ്സ് പ്രസന്റ് ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ് ഡി ബ്ലോക്ക് ആണെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് നമ്മൾ പറയുന്ന ആരെയാണ്, എഫ് ബ്ലോക്ക് എലമെന്റ്സിനെയാണ് കേട്ടോ. എഫ് ബ്ലോക്ക് എലമെന്റ്സിനെയാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്ക് എവിടെയാ മക്കളെ ഉണ്ടാവുക, ഈ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയുള്ള 2 റോ അല്ലെ. ലാന്തനോയിഡ്സും ഉണ്ടാവും, ആക്ടിനോയിഡ്സും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ലാന്തനോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 എലമെന്റ്സ് ആഫ്റ്റർ ലാന്തനം. ലാന്തനം കഴിഞ്ഞ് പിന്നെ വരുന്ന 14 എലമെന്റ്സ്, ആ എലമെന്റ്സിന്റെ റോനെയാണ് എന്ത് പറയുന്നത്, ലാന്തനോയിഡ്സ്. അതുപോലെ ആക്ടിനോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 14 എലമെന്റ്സ് ആഫ്റ്റർ ആക്ടീനിയം. ഓക്കെ, അപ്പൊ ഇവര് രണ്ടുപേരെയും, ഈ രണ്ടുപേരെയും ടുഗദർ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. The elements after uranium. യുറാനിയത്തിന് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ യുറേനിയം ഉണ്ട്. യുറാനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെന്റ്സ്. എലമെന്റ്സ് ആഫ്റ്റർ യുറേനിയം, യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെന്റ്സ്. ക്ലിയർ അല്ലേ? അപ്പോ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, ഇന്നർ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ആ ടോപ്പിക്കുകൾ കഴിഞ്ഞു. അടുത്ത് വരാൻ പോകുന്നത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ട്രെൻഡ്സ് ആണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, അറ്റോമിക് റേഡിയൈ. എന്താണ് അറ്റോമിക് റേഡിയൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ന്യൂക്ലിയസിന്റെ സെന്റർ തൊട്ടിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസ്. അതായത് നമ്മൾ ഒരു ആറ്റം വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്തുണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലെ. അതിന് ചുറ്റുമാണ് എന്തുണ്ടാവുക, ഓർബിറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇതില് ന്യൂക്ലിയസിന്റെ സെന്റർ തൊട്ടിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, അറ്റോമിക് റേഡിയസ്. ഓക്കെ, നോക്കാം, നമുക്ക് ഡെഫിനിഷൻ വായിക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ദ ഇലക്ട്രോൺ. അല്ലെ, ന്യൂക്ലിയസിന്റെ സെന്റർ തൊട്ടിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, അറ്റോമിക് റേഡിയസ്. ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, depending upon whether an element is a non-metal or a metal, 3 different types of atomic radii used. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്നനുസരിച്ചിട്ട് 3 ടൈപ്പ് അറ്റോമിക് റേഡിയായി പറയാറുണ്ട്. 3 ടൈപ്സ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്ന ഏതാണ്, കോവാലന്റ് റേഡിയസ്. എല്ലാത്തിനും ഡെഫിനിഷൻ പഠിക്കാൻ ഈസി ആണ് കേട്ടോ. കോവാലന്റ് റേഡിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ half of the distance between the centers of the nuclei of 2 atoms held together by purely covalent single bond. അതായത്
കോവാലന്റ് സിംഗിൾ ബോണ്ട്, കോവാലന്റ് വെച്ചിട്ട് ബോണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഉണ്ടാവുക? ഷെയറിങ് വഴിയാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ കോവാലന്റ് സിംഗിൾ ബോണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്. ആ ബോണ്ട് വഴിയുള്ള രണ്ട് ആറ്റംസ്, ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ്. ആലോചിച്ചേ, ഹാഫ് ദ ഡിസ്റ്റൻസ് എടുക്കുക. ആരുടെ? ന്യൂക്ലിയസ് ഓഫ് ടു ആറ്റംസ്. അവരുടെ പ്രത്യേകത അത് എന്ത് വഴി ഉണ്ടാവണം? ഒരു കോവാലന്റ് സിംഗിൾ ബോണ്ട് വഴി ആയിരിക്കണം ഫോം ചെയ്തത്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയുള്ള ആറ്റംസ്, കോവാലന്റ് സിംഗിൾ ബോണ്ട് വഴി ഹെൽഡ് ചെയ്തിരിക്കുന്ന രണ്ട് ആറ്റംസ്, അവരുടെ ന്യൂക്ലിയസിന്റെ സെന്ററിന്റെ ഡിസ്റ്റൻസിന്റെ ഹാഫ് കിട്ടിയോ? നോക്കിക്കേ, ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the centers of the nuclei of two atoms held together by purely covalent bond. ഓക്കെ, അപ്പൊ രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആര്? വാൻ ഡെർ വാൾസ് റേഡിയസ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത കോവാലന്റ് റേഡിയസിൽ എന്താ നിങ്ങൾ ആലോചിക്കേണ്ടത്? കോവാലന്റ് ബോണ്ട് വഴിയായിരിക്കും, കോവാലന്റ് സിംഗിൾ ബോണ്ട് വഴി വരുന്നതാണ് ഇത് കോവാലന്റ് റേഡിയസ്. രണ്ടാമത്തെ വാൻ ഡെർ വാൾസ് റേഡിയസിൽ ആലോചിക്കേണ്ടത് ഇവിടെ എന്താണ്? ആറ്റംസ് ഓഫ് നോബിൾ ഗ്യാസ് ആണ്. അതാണ് പ്രത്യേകത കേട്ടോ. ഓക്കെ, ആലോചിച്ചേ, നോബിൾ ഗ്യാസസ് ആർ ഹെൽഡ് ടുഗദർ ബൈ, നോബിൾ ഗ്യാസസ് എങ്ങനെയാ ഹെൽഡ് ചെയ്യുന്നത്? വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ്. ദ വാൻ ഡെർ വാൾസ് റേഡിയസ് ഈസ് എന്താണ്? ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ന്യൂക്ലിയൈ ഓഫ് ആറ്റംസ് ഓഫ് നോബിൾ ഗ്യാസ്. നേരത്തെ നമ്മൾ എന്താണ്? കോവാലന്റ് സിംഗിൾ ബോണ്ട് വഴിയുള്ള രണ്ട് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിന്റെ ഡിസ്റ്റൻസിന്റെ ഹാഫ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറയേണ്ടത്? നോബിൾ ഗ്യാസ്, രണ്ട് നോബിൾ ഗ്യാസ് ആണ്, അവരുടെ സെന്റർ, ന്യൂക്ലിയസിന്റെ സെന്ററിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ് കിട്ടിയോ? അപ്പൊ ഡെഫിനിഷൻസ്, ആ ടേമുകൾ കറക്റ്റ് ആണ്. ന്യൂക്ലിയസിന്റെ സെന്ററിന്റെ ഹാഫ് എടുക്കുക എന്നുള്ളത് ഏതാണ്, എന്തിൻ്റെതാണ് എന്നുള്ളതിലാണ് ഡിഫറൻസ്. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ കോവാലന്റ് സിംഗിൾ ബോണ്ട് ഉള്ള രണ്ട് ആറ്റം ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ നോബിൾ ഗ്യാസസ് ആണ് വരുന്നത്. മൂന്നാമത്തെ കേസ് നോക്കിക്കേ, മെറ്റാലിക് റേഡിയസ്. അപ്പൊ ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിന്റെ ആയിരിക്കും? മെറ്റൽ അയോൺസിന്റെ ആണ്. നോക്കിക്കേ ഡെഫിനിഷൻ, ഹാഫ് ഓഫ് ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, എല്ലാം കറക്റ്റ് തന്നെയാണ് സ്റ്റേറ്റ്മെന്റുകൾ. ഇവിടെ രണ്ട് അഡ്ജസന്റ് മെറ്റൽ അയോൺസിന്റെ ആണ് എന്നേ ഉള്ളൂ. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? എല്ലാം രണ്ട് ആറ്റംസ്, അവരുടെ ന്യൂക്ലിയസിന്റെ സെന്ററിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, ന്യൂക്ലിയസിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ്. ഓക്കെ, ആ രണ്ട് ആറ്റംസ് ആരാന്നുള്ളതിലാണ് ഡിഫറൻസ്. കോവാലന്റ് ആണെങ്കിൽ ആ രണ്ട് ആറ്റംസ് കോവാലന്റ്, പ്യുവർലി കോവാലന്റ് ബോണ്ട് വഴി, സിംഗിൾ ബോണ്ട് വഴി ഉള്ളവരായിരിക്കണം. വാൻ ഡെർ വാൾസ് ആണെങ്കിൽ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് നോബിൾ ഗ്യാസിന്റെ കേസിലാണ് അത് നടക്കുന്നത്, ആ രണ്ട് പേരെടുക്കേണ്ടത്. മെറ്റാലിക് റേഡിയസ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ആയിട്ടുള്ള മെറ്റൽ അയോൺസിന്റെ ഇടയിലാണ് നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അറ്റോമിക് റേഡിയസിന് വരുന്ന വേരിയേഷൻ ആണ് പഠിക്കുന്നത് കേട്ടോ. വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. വേരിയേഷൻ ഇൻ എ പീരീഡ് ആണെങ്കിൽ എന്താ നോക്കാം. Along a period, the atomic radii of the elements generally decreases from left to right. Left to right ലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? ജനറലി ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അറ്റോമിക് റേഡിയൈ എന്താണ്? പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഗ്രൂപ്പിൽ അപ്പൊ എന്തായിരിക്കും നടക്കുക മക്കളെ? Atomic radii of elements in every group of the periodic table increases as we move downwards. നമ്മൾ താഴോട്ട് ഒരു ഗ്രൂപ്പിൽ ഡൗൺവേർഡ്സ് മൂവ് ചെയ്യുമ്പോൾ അറ്റോമിക് റേഡിയസിന് എന്താ മാറ്റം വരുന്നത്? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യും, പീരീഡില് അറ്റോമിക് റേഡിയൈ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ആ പോയിന്റ് ആലോചിച്ച് വെക്കുക കേട്ടോ. Along a period ഡിക്രീസ് ആണ് ചെയ്യുക, ഗ്രൂപ്പ് നോക്കുന്ന നേരത്ത് ഇൻക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, ആൻഡ് അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അറ്റോമിക് റേഡിയസ് ഓരോ എലമെന്റിന്റെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എന്തും കൊടുത്തിട്ടുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കൊടുത്തിട്ടുണ്ട്.
സോഡിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെയല്ല വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പീരീഡിൽ എന്ത് ചെയ്യുന്ന നമ്മൾ പഠിച്ചേ, ഡിക്രീസ് ചെയ്യുന്ന. അതാണ് ഇവിടെ കാണിച്ചത്. കണ്ടോ, ഡിക്രീസ് അല്ലേ നടക്കുന്നത്. ആ വാല്യൂസ് കാണിച്ചതാണ് കേട്ടോ. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കൊടുത്തിട്ടുണ്ട്. അടുത്ത നോക്കിക്കുക, സെക്കൻഡ് ആണ് ഇത്. ഫസ്റ്റ് പീരീഡ്, ഇത് സെക്കൻഡ് പീരീഡ്. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിനിലേക്ക് വരുമ്പോൾ എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ പീരീഡിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും കേട്ടോ. ഗ്രൂപ്പിലാണെങ്കിൽ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇത് വരുമ്പോ എന്താണ്, ഗ്രൂപ്പ് ആയില്ലേ. ശ്രദ്ധിച്ച മക്കളെ, ലിഥിയത്തിന്ന് ലെഫ്റ്റിലേക്ക് ഫ്ലൂറിനിലേക്ക് പോകുമ്പോൾ ദിസ് ഈസ് എ പീരീഡ്. പീരീഡിൽ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു, ഡിക്രീസ് ചെയ്യുന്നു എന്ന് കണ്ടു. ഓക്കെ, അടുത്ത കാണിച്ചിരിക്കുന്നത് ലിഥിയം ടു സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീസിയം, അങ്ങനെ താഴോട്ട് വരുമ്പോ എന്താ നടക്കുന്നത്, ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ എന്താണ് നമ്മൾ പഠിച്ചത്, ഇൻക്രീസ് ചെയ്യുന്ന അല്ലെ. നോക്കിക്കേ, വാല്യൂസ് ഇൻക്രീസ് അല്ലേ ചെയ്യുന്നത് അറ്റോമിക് റേഡിയസ്. അടുത്ത ഗ്രൂപ്പ് 17 നോക്കുകയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അങ്ങനെ താഴോട്ട് വരുമ്പോ, ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോ എഗെയിൻ എന്താ ചെയ്യുന്നത്, അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പില് നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പീരീഡിലാണെങ്കിൽ അറ്റോമിക് റേഡിയസ് എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഗ്രൂപ്പിലാണ് എന്നുണ്ടെങ്കിൽ അറ്റോമിക് റേഡിയസ് എന്താ ചെയ്യുന്നത് മക്കളെ, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പോയിന്റ്. അതിന്റെ വാല്യൂസും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ആണ് കാണിച്ചിരിക്കുന്നത്. 64, 99, 114, 133 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഇവിടെയാണെങ്കിൽ 152, 186 അങ്ങനെ വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അറ്റോമിക് റേഡിയസ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അയോണിക് റേഡിയസ്. Ionic radii can be estimated by measuring the distance between cations and anions in ionic crystals. അപ്പോൾ ഒരു അയോണിക് ക്രിസ്റ്റൽസിലെ കാറ്റിയോൺസിന്റെയും ആനിയോൺസിന്റെയും ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, അയോണിക് റേഡിയായി പറയുന്നത്. അതായത് അയോൺസിന്റെ കേസിലാണ് വരുന്നത്, ആറ്റത്തിന്റെ കേസല്ല. ആറ്റത്തിന്റെ കേസ് വരുമ്പോൾ അറ്റോമിക് റേഡിയായി ആയിരുന്നു, അയോൺസിന്റെ കേസ് വരുമ്പോഴാണ് അയോണിക് റേഡിയായി. In general, ionic radii of elements exhibit the same trend as the atomic radii. Atomic radii അതേ ട്രെൻഡ് തന്നെയാണ് ആരും കാണിക്കുന്നത് അയോണിക് റേഡിയയും. അവിടെ ആറ്റത്തിന്റെ കേസ് ആയിരുന്നെങ്കിൽ ഇവിടെ അയോൺസിന്റെ കേസ് ആണെന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന അയോൺ ആണ് ഇത്, കാറ്റിയോൺ. കാറ്റിയോൺ, ആനിയോൺ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. കാറ്റിയോൺ എന്ന് വെച്ചാൽ എന്തായിരുന്നു മക്കളെ, ചാർജ് വരുന്നത് പോസിറ്റീവ് ആണ് കേട്ടോ. കാറ്റിയോൺസ് എന്ന് പറയുമ്പോൾ ചാർജ് വരുന്നത് ഏതാണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, എങ്ങനെയാ പോസിറ്റീവ് ആയിട്ടുള്ള കാറ്റിയോൺസ് ഫോം ചെയ്യാം, നമ്മൾ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്, കാറ്റിയോൺസ് ഫോം ചെയ്യുന്നത്. ഡൊണേറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക അല്ലെ. The removal of an electron from an atom result in the formation of cation. അപ്പൊ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോ, ഡൊണേറ്റ് ചെയ്യുമ്പോ ആണ് എന്ത് നടക്കുന്നത്, കാറ്റിയോൺസ് അവിടെ ഫോം ചെയ്യുന്നത്. The radius of cation is always smaller than that of the atom. നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിനേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും ആര് വരിക, കാറ്റയോണിന്റെ റേഡിയസ് വരിക. കാരണം എന്താ മക്കളെ, ഓൾറെഡി ഉള്ള ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ കൊടുക്കുകയല്ലേ, റിമൂവ് ചെയ്യല്ലേ. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, കാറ്റിയോൺ ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ന്യൂട്രൽ ആറ്റത്തിന്റെ റേഡിയസിനേക്കാളും ലെസ്സർ ആയിരിക്കും ആരുടെ വരിക, ഈ ഒരു കാറ്റിയോണിന്റെ വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സോഡിയം നോക്കുകയെന്ന് വിചാരിക്കും മക്കളെ. സോഡിയത്തിന് സോഡിയത്തിൽ 11 ഇലക്ട്രോൺ അല്ലെ, 281 കോൺഫിഗറേഷൻ വരും. അപ്പൊ ഞാൻ വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസ് കാണിക്കും. ന്യൂക്ലിയസ് കഴിഞ്ഞ് ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്. ഇതിൽ ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്യുമ്പോൾ എന്താ, ആദ്യം 2 ഇലക്ട്രോൺസ് ഉണ്ട്,
പിന്നെന്താണ് 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ഇതിലെ റേഡിയസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ കാണിക്കുക? ന്യൂക്ലിയസിന്റെ സെന്റർ തൊട്ടിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി Na+ ആവുകയാണ് ചെയ്യുന്നത്. സോഡിയം എന്താണ്? Na+. പ്ലസ് എന്ന് പറയുന്ന പോസിറ്റീവ് ആണ് എന്ത്? കാറ്റയോൺസ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിന് എന്താ ചെയ്യുന്നത്? റിമൂവ് ആണ് ചെയ്യുന്നത്. അപ്പൊ Na+ന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 2 8. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ്? ന്യൂക്ലിയസ്, ഫസ്റ്റ് ഒരു ഓർബിറ്റ്, സെക്കൻഡ് ഒരു ഓർബിറ്റ് മതി അല്ലേ. ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം 2 പേര്, പിന്നെന്താണ് 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് വരച്ചു. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്താണ്? ന്യൂക്ലിയസിന്റെ സെന്റർ തൊട്ടിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെ. റേഡിയസ് നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് അല്ലേ ചെയ്യുക. ഓക്കെ, അപ്പൊ ജനറലി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, കാറ്റയോൺ ആവുമ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ റേഡിയസ് എന്ത് ചെയ്യുക? ന്യൂട്രൽ ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കാറ്റയോണിന്റെ റേഡിയസ് ഡിക്രീസ് ആണ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ആലോചിക്കുക. ആനയോൺ. ആനയോൺ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ചാർജ് വരിക? നെഗറ്റീവ് ആയിരിക്കും ചാർജ് വരിക. അവിടെ റിമൂവൽ ആണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ കാറ്റയോൺ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിലാണ് ആനിയോൺ നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ് ആനിയോൺസ് ഫോം ചെയ്യുക. റേഡിയസ് ഓഫ് ദ ആനിയോൺ ഈസ് ഓൾവേസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദ ആറ്റം. അപ്പോൾ ആറ്റത്തിന്റെ ന്യൂട്രൽ ആറ്റത്തിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ആനിയോണിന്റെ എന്തായിരിക്കും? ഇലക്ട്രോൺ അഗെയിൻ ഗെയിൻ ചെയ്തതല്ലേ, അപ്പൊ എന്തായിരിക്കും? എപ്പോഴും കൂടുതലായിരിക്കും വരിക, ഓൾവേസ് ലാർജർ ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ ക്ലോറിനേക്കാളും കൂടുതലായിരിക്കും ആരുടെ വരുമ്പോ? Cl- വരുമ്പോ. ആനയോൺ ആവുമ്പോൾ ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ എന്ത് ചെയ്യും? കൂടും. കാറ്റയോൺ ആണെങ്കിൽ ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ റേഡിയസ് എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. കാരണം റിമൂവൽ ആണ്, ഇവിടെ എന്താണ്? ഗെയിൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ് ആണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുമ്പോൾ മക്കളെ അത് മീൻ ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോണിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സം ആറ്റംസ് ആൻഡ് അയോൺസ് വിച്ച് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, we call them isoelectronic species. For example നോക്കിക്കേ, ഓക്സിജൻ 2-. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു മക്കളെ? 8 ആയിരുന്നു അല്ലെ. 8 ആയിരുന്നു ഓക്സിജന്റെ. 2- എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണിന് എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇലക്ട്രോണിന്റെ നമ്പർ എത്രയാ? 10 അല്ലേ. ഓക്കെ, അടുത്തെടുത്തിരിക്കുന്ന F-, ഫ്ലൂറിൻ മൈനസ്. ഫ്ലൂറിന്റെ അറ്റോമിക് ഇലക്ട്രോണിന്റെ നമ്പർ എത്രയാണ്? 9 ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇലക്ട്രോണിന്റെ നമ്പർ എത്രയാ വരിക? 10. പിന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തത് എന്താ? Na+. സോഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 11 ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ Na+, കാറ്റയോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക. അപ്പോ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് കിട്ടും? 10 കിട്ടും അല്ലെ. പിന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? Mg2+. മാഗ്നീഷ്യം 12 ആണ്. 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 10 ഇലക്ട്രോണിന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും അയോൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ വരും. അപ്പൊ ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇവിടെ 10ന്റെ ഒരു എക്സാമ്പിൾ കേസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ അയോൺസ് അവരെന്ത് കാണിക്കുക? സെയിം നമ്പർ ഓഫ് എന്ത് കാണിക്കുക? ഇലക്ട്രോൺസ് കാണിക്കുക. അപ്പോഴാണ് എന്ത് പറയുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? And their radii would be different because of their different nuclear charge. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ന്യൂക്ലിയർ ചാർജുകൾ ഡിഫറെന്റ് ആയതുകൊണ്ട് അവരുടെ അറ്റോമിക് റേഡിയൈ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു അല്ലെ, ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ കാറ്റയോൺസിന് കുറയും, അതുപോലെ തന്നെ ആനിയോൺസിന് എന്താണ്?
കൂടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെന്റ് ന്യൂക്ലിയർ ചാർജ് ആയതുകൊണ്ട് ഇവരുടെ റേഡിയസിൽ എന്തുണ്ടാവാം, ചേഞ്ച് ഉണ്ടാവാം കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് അയോണൈസേഷൻ എൻതാൽപ്പി. എൻതാൽപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എനർജി അല്ലെ. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള എനർജി, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള എനർജി. Energy required to remove an electron from an isolated gaseous atom in its ground state. അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് അതിനെ എന്താക്കി മാറ്റുക, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറും. അങ്ങനെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി എത്ര എനർജി റിക്വയർഡ് ആണ്, ആ ഒരു റിക്വയർഡ് എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോണൈസേഷൻ എൻതാൽപ്പി. എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ അവര് മെറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ ജസ്റ്റ് എന്ത് കൊടുത്തതാണ്, എം കൊടുത്തതാണ്. അപ്പൊ മെറ്റലിന് അയോണൈസേഷൻ എൻതാൽപ്പിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് ചേഞ്ച് ചെയ്യും, മെറ്റൽ അയോൺ ആയിട്ട് മാറും. ഇലക്ട്രോണിനെ റിമൂവ് അല്ലേ ചെയ്യുന്നത്, റിമൂവ് ചെയ്യുമ്പോൾ എന്ത് അയോൺസ് ആയിട്ടാ മാറുക, പോസിറ്റീവ് അയോൺസ് അല്ലെ, കാറ്റിയോൺസ് ആയിട്ടാ മാറുക. അതാണ് ഇവിടെ എന്ത് കാണിച്ചത്, പോസിറ്റീവ് M+ എന്ന് കാണിച്ചത്, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റിക്വയർഡ് ആയ എനർജി ആണ് എന്ത്, അയോണൈസേഷൻ എൻതാൽപ്പി. ഇനി സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പി വെച്ചാൽ എന്താന്ന് വെച്ചാല്, നമുക്കിപ്പോ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത രണ്ടാമതൊരു ഇലക്ട്രോണിനെ നമുക്കിപ്പോ 2 ഇലക്ട്രോണിനെ ടോട്ടൽ റിമൂവ് ചെയ്യണമെന്ന് കരുതുക. നമുക്കത് സൈമിൾട്ടേനിയസ്ലി രണ്ടുപേരെയും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് 2 പേരെ പോക്കണമെന്ന് 2 പേരെ ഒരുമിച്ച് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാ റിമൂവ് ചെയ്യുക, ആദ്യം ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും, അത് കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ സക്സസീവ് ആയിട്ട് ഒന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത ചെയ്യുന്നത്, അതാണ് സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പി. അല്ലാതെ ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്ന് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഇഫ് എ gaseous atom is to lose more than 1 electron, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ they can be removed one after the other. ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ സക്സഷൻ ആൻഡ് നോട്ട് സൈമിൾട്ടേനിയസ്ലി. സക്സഷൻ വെച്ചാൽ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്, വൺ ആഫ്റ്റർ അതർ. സൈമിൾട്ടേനിയസ്ലി എന്ന് വെച്ചാൽ ഒരുമിച്ച് റിമൂവ് ചെയ്യാൻ പറ്റില്ല മോർ ദാൻ 1നെ. ഓക്കെ, സക്സഷനിലാ ചെയ്യാൻ പറ്റുക, നോട്ട് സൈമിൾട്ടേനിയസ്ലി. ദിസ് ഈസ് നോൺ ആസ്, ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോ 3 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഒന്നിനെ റിമൂവ് ചെയ്ത് പിന്നെ രണ്ടാമത്തെ ചെയ്ത് പിന്നെ വേണം മൂന്നാമത്തെ ചെയ്യാൻ. അല്ലാതെ ഒറ്റയടിക്ക് 3 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഓരോന്നിനും എനിക്ക് റിമൂവ് ചെയ്യണം അല്ലെ. അപ്പോ ഞാനിപ്പോ ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ അതിന് എന്താ പറയാ, ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. സെക്കൻഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. എഗെയിൻ തേർഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ അതിന് എന്ത് പറയും, തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് അലൂമിനിയത്തിന് എന്താക്കി മാറ്റാണ്, Al+ ആക്കി മാറ്റാണ്. അലൂമിനിയം Al+ ആവണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. അപ്പൊ ഇതാണ് അവിടെ എന്ത്, ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ΔH1 എന്നൊക്കെ കാണിച്ചത്, ഇൻഡിക്കേറ്റ് ചെയ്തത്. അയോണൈസേഷൻ എൻതാൽപ്പിനെയാണ് I കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് രണ്ടാമത്തെ ഇലക്ട്രോണിനെ പോക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു Al+ ഇലക്ട്രോണിനെ പോക്കുക. അപ്പൊ അത് എന്തായിട്ട് മാറും, Al2+ ആയിട്ട് മാറും. അതിനെയാണ് ഞാൻ എന്ത് പറയാ, സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. ഓക്കെ, ഇനി എനിക്ക് തേർഡ് വൺ പോക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, Al2+ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് മാറും, Al3+ ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഞാൻ എന്ത് പറയുന്നത്, തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് സക്സസീവ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ അലൂമിനിയത്തിൽ നിന്ന് 3 എണ്ണത്തിനെ ഒരുമിച്ച് റിമൂവ് ചെയ്തിട്ടല്ല നമ്മൾ പറയാം. ക്ലിയർ അല്ലേ?
ഇനി പഠിക്കാൻ പോകുന്നത് അയണൈസേഷൻ എൻതാൽപ്പിയിൽ വരുന്ന എന്താണ്, വേരിയേഷൻ ആണ് കേട്ടോ. വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി അലോങ് എ പീരീഡ്. ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ ചേഞ്ച് എന്നാണ്. Along a period, ionization enthalpies are expected to increase in moving across left to right. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇൻക്രീസസ് ആണ് നടക്കുന്നത്. ബിക്കോസ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അവിടെ എന്ത് ചെയ്യും, ലെഫ്റ്റ് ടു റൈറ്റ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അറ്റോമിക് സൈസ് എന്താ മക്കളെ ചെയ്യാ, പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് റേഡിയസ് നമ്മൾ പഠിച്ചില്ലേ, ഡിക്രീസ് ആ ചെയ്യുക. സൈസ് എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ആ ചെയ്യുന്നത്. അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് അയണൈസേഷൻ എൻതാൽപ്പി എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ചേ. അറ്റോമിക് സൈസ് ഡിക്രീസസ് എന്നാ പറയുന്നത് അല്ലെ. സൈസ് ഡിക്രീസസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസും നമ്മുടെ ഓർബിറ്റും തമ്മിലുള്ള ലാസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, സൈസ് കുറയാ പറയുമ്പോൾ അടുത്തായിരിക്കുമല്ലോ അല്ലെ. അടുത്തായിരിക്കുമ്പോ സൈസ് കുറഞ്ഞ് ന്യൂക്ലിയസിന്റെ അടുത്താണ് നമ്മുടെ ഓർബിറ്റ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അട്രാക്ഷൻ എന്തായിരിക്കും, തൊട്ടടുത്തിരിക്കുമ്പോൾ കൂടുതലായിരിക്കും അല്ലെ. ന്യൂക്ലിയസിന്റെയും ഈ ഷെല്ല് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ന്യൂക്ലിയസ് പിടിച്ചു വെച്ചിരിക്കുന്ന ഇലക്ട്രോൺ ആണ്, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തായതുകൊണ്ട് ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിൽ ന്യൂക്ലിയസ് പിടിച്ചു വെക്കുക ഇലക്ട്രോൺ ആണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പൊ ഇതിന് ന്യൂക്ലിയസിന് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ എനിക്ക് എന്ത് വേണം, കുറെ എനർജി റിക്വയർഡ് ആണ്. അതുകൊണ്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്താവുന്നു എന്ന് പറയുന്നത്, ഇൻക്രീസ് ചെയ്യുന്നു എന്ന്. ഇനി തിരിച്ചാലോചിച്ചേ, എന്റെ ന്യൂക്ലിയസ് ആയിട്ട് ഒരു അടുത്തൊന്നുമല്ല, വേറെ എവിടെയോ ആണ് ആര് കിടക്കുന്നത്, ഇലക്ട്രോൺ കിടക്കുന്നത്. സൈസ് കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പൊ സൈസ് കൂടുമ്പോൾ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്, കുറയും അല്ലെ. ന്യൂക്ലിയസ് അധികം എന്ത് ചെയ്യുന്നില്ല, അട്രാക്ഷൻ കൊടുക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ മതി, കുറച്ചുകൂടി ഈസി ആണ്, ന്യൂക്ലിയർ ഫോഴ്സ് കുറവായതുകൊണ്ട്. ക്ലിയർ ആണോ? അപ്പൊ സൈസ് കുറയുമ്പോൾ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്, കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യാൻ കുറെ എനർജി കൊടുക്കേണ്ടി വരും, അയണൈസേഷൻ എൻതാൽപ്പി കൂടും. ഇനിയിപ്പോ സൈസ് കൂടുതലാണെങ്കിൽ അവിടെ ന്യൂക്ലിയറിന്റെ അട്രാക്ഷൻ ഒക്കെ എന്താണ്, കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ച് എനർജി കൊടുത്താൽ മതി ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ലോജിക്കലി ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ പീരീഡിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു സൈസ് എന്ത് ചെയ്യും, കൂടിക്കൂടി വരികയാണ്. അപ്പൊ എന്താണ്, അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്, ഡിക്രീസ് ആണ് ചെയ്യുക. ഇനി ഇൻക്രീസ് ചെയ്യാനുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മെയിൻ എനർജി ഷെൽസ്. ഈ ഒരു ഓർബിറ്റ് നമ്മൾ വരച്ചല്ലോ, അങ്ങനെ എനർജി ഷെൽസ് എന്ത് ചെയ്യും, കൂടിക്കൂടി വരികയാണ്. സൈസ് കൂടുക അല്ലെ, കൂടി വരുന്നതാണ് ഒരു റീസൺ. അതുപോലെ തന്നെ വേറൊരു റീസണും കൂടെ ഉണ്ട് മക്കളെ, സ്ക്രീനിങ് എഫക്ട്. There is also an increase in the magnitude of screening effect. സ്ക്രീനിങ് എഫക്ട് കൂടുന്നു. അപ്പൊ എന്താണ് സ്ക്രീനിങ് എഫക്ട് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ പോയിന്റ്സ് ക്ലിയർ ആണല്ലോ അല്ലെ. പീരീഡിൽ ഇൻക്രീസ് ചെയ്യും, ഗ്രൂപ്പിൽ എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യും. അതിനുള്ള രണ്ട് റീസൺ, ഒന്ന് എനർജി ഷെൽസ് കൂടുന്നത്, സൈസ് കൂടിക്കൂടി വരുന്നത്, പിന്നെ ഒന്ന് സ്ക്രീനിങ് എഫക്ട്. ഓക്കെ, അപ്പൊ സ്ക്രീനിങ് എഫക്റ്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്നും പറയുന്നത്, ഷീൽഡിങ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓരോ ഓർബിറ്റ്സ് ആണ് കേട്ടോ, ഇങ്ങനെ ഓരോ ഓർബിറ്റ്സ് കാണിച്ചതാണ്. ഇവിടെ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ശ്രദ്ധിച്ചേ, ഇതാണ് എന്റെ എന്ത്, ഔട്ടർ ഇലക്ട്രോൺസ്, ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ്, ഔട്ടർ ഇലക്ട്രോൺസ്. ഇവരൊക്കെ എന്താണ്, ഇന്നർ ഇലക്ട്രോൺസ് അല്ലെ, ഉള്ളിലുള്ള ഇലക്ട്രോൺസ്. അപ്പോ ഇന്നർ ഇലക്ട്രോൺസ് എന്ത് കൊടുക്കുക, ഒരു റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കുക. ആരില്, ഔട്ടർ ഇലക്ട്രോൺസിൽ. റിപ്പൾസീവ് ഫോഴ്സ് ബൈ ആര്, ഇന്നർ ഇലക്ട്രോൺസ്. ആരിൽ കൊടുക്കുക, നമ്മുടെ ഔട്ടർ ഇലക്ട്രോൺ. അതായത് ഇവര് ഈ ഇന്നർ ഇലക്ട്രോൺസ് അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യും, ഒരു ഷീൽഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഷീൽഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോണും തമ്മിൽ എന്തുണ്ടാവോ, അട്രാക്ഷൻ ഉണ്ടാവോ? ഇല്ല, അട്രാക്ഷൻ ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഒരു ഷീൽഡ് വന്നു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ എന്തില്ല, അട്രാക്ഷൻ ഇല്ല. അപ്പൊ അട്രാക്ഷൻ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒരാളെ എനിക്ക് റിമൂവ് ചെയ്യുമ്പോൾ
ന്യൂക്ലിയസ് വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്യുന്നില്ല, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഇയാളെ റിമൂവ് ചെയ്യാൻ എനിക്ക് എന്താണ് കുറച്ചുകൂടെ ഈസിയാണ്. അപ്പൊ കുറച്ച് അയണൈസേഷൻ എന്താൽപ്പി മതി, അതുകൊണ്ടാണ് അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡെഫിനിഷൻ ഒന്ന് വായിച്ചുതരാം. ഫിനോമിനൻ ഓഫ് റിഡക്ഷൻ ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ന്യൂക്ലിയസിന് ഈ വാലൻസ് ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. എങ്ങനെ? ഇന്നർ ഷെൽസ് ഓഫ് ഇലക്ട്രോൺസ്, ഈ ഉള്ളിലുള്ളവര് ഈ വാലൻസ് ഇലക്ട്രോണിൽ വരുന്ന ന്യൂക്ലിയർ അട്രാക്ഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്ന പറയുന്നത്. ഇന്നർ ഇലക്ട്രോൺസ് പ്രൊട്ടക്ട് ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് ഔട്ടർ ഇലക്ട്രോൺസിനെ, വാലൻസ് ഇലക്ട്രോണിനെ ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഇത് ആലോചിച്ചാൽ മതി, ഷീൽഡിങ് എഫക്ട് വരുമ്പോൾ ഇവിടെ ഒരു ഷീൽഡ് വരും. അപ്പൊ ഈ ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോൺസും തമ്മിലുള്ള എന്തുണ്ടാവില്ല, അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരാളെ റിമൂവ് ചെയ്യാൻ ഈസിയാണ്. കുറച്ച് എനർജി കൊടുത്താൽ മതി, അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യും. അതായത് ഷീൽഡ് ദം, അത് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോ അയണൈസേഷൻ എന്താൽപ്പിന്റെ ട്രെൻഡ്സിന്റെ ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. നമ്മുടെ ഫസ്റ്റ് പീരീഡ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് പീരീഡിൽ വരുന്ന ചേഞ്ചും, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രൂപ്പിൽ വരുന്ന ചേഞ്ചും ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പീരീഡിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സൈസ് എന്ത് ചെയ്യുക, കുറയാണ് ചെയ്യുക. അട്രാക്ഷൻ, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഞാൻ കുറെ എനർജി കൊടുക്കണം. അപ്പോ അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പിൽ നോക്കുമ്പോ 520 to 374 എന്ന് വെച്ചാൽ അയണൈസേഷൻ എന്താൽപ്പി എന്താ ചെയ്യുക, ഡിക്രീസ് ചെയ്യും. സൈസ് കുറയും, സൈസ് കൂടും അല്ലെ. ഗ്രൂപ്പിൽ സൈസ് കൂടും, സൈസ് കൂടുമ്പോ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറയും. അതുപോലെ തന്നെ വേറൊരു റീസൺ നമ്മൾ പഠിച്ചു, എന്താണ്, ഷീൽഡിങ് എഫക്ട്. ഇന്നർ ഇലക്ട്രോൺസ് ഒരു ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പോഴും എന്ത് ചെയ്യും, അട്രാക്ഷൻ കുറയും, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിനെ ഈസിലി റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി കൊടുത്താൽ മതി. അപ്പൊ അയണൈസേഷൻ എന്തായാലും ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. എന്ത് 520 എന്തിലേക്ക്, 374 പീരീഡ് നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യും. 520 ഉള്ളത് 2080 ഒക്കെ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? ഓക്കെ, അപ്പോ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ഒക്കെ ചെയ്യുക. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.